പച്ചക്കൊടി വെച്ച വേദിയിൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയ പ്രിയങ്ക ഗാന്ധി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ദേശീയാഭിമാനത്തിന്റെ പ്രതീകമാണ് എന്ന്. പടുകുഴിയിൽ കിടക്കുന്ന BJP-യെ, മൂന്നാം സ്ഥാനത്ത് പടുകുഴിയിൽ കിടക്കുന്ന BJP-ക്ക് ഒരു കൈ കൊടുക്കാനാണ് സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൈ പിടിച്ച് BJP-യെ കയറ്റാനാണ് നോക്കുന്നത്. VD സതീശനും സതീശന്റെ കോക്കസിനും ഈ പാലക്കാട് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ചുട്ട മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. BJP-യെ കൈപിടിച്ച് അവരകപ്പെട്ട പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ കനത്ത പ്രഹരം പാലക്കാട്ട് വോട്ടർമാർ കൊടുക്കും. എല്ലാവരോടും വളരെ ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം അദ്ദേഹത്തെ വിനയാന്യുതനായിട്ട് കണ്ടു. എന്തൊരു വിനയമാണ്, എന്തൊരു ഭവ്യതയാണ്. പുഞ്ചിരിയോടെ കൈകൂപ്പി അദ്ദേഹം നിൽക്കുകയാണ്. എവിടെയാണ് നിൽക്കുന്നത്? ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്കും കൊളുത്തി നിൽക്കുന്ന സതീശന്റെ ചിത്രം കണ്ടാൽ, പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കണ്ടാൽ അദ്ദേഹത്തിന്റെ BJP-യോട് RSS-നോടുള്ള വിധേയത്വം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും, വ്യക്തമാകും. 4 കോടി രൂപ കള്ളപ്പണം നൽകി എന്ന് ആരോപണം ഉന്നയിച്ച BJP പ്രസിഡന്റിനെതിരായി ഇനിയെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് കൊടുക്കാൻ ധൈര്യം വരുമോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് LDF ആണ്. LDF ആണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നിർണായകമായിട്ടുള്ള മേൽക്കൈ പ്രചരണ രംഗത്ത് പുലർത്തിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിനൊപ്പം ഓടിയെത്താൻ കഴിയാതെ മറ്റ് 2 മുന്നണികളും കിതയ്ക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇടതുപക്ഷം ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളാകെ ഏറ്റെടുക്കുന്നതും ജനങ്ങളുടെ ചർച്ചാ വിഷയമായി മാറുന്നതുമാണ് ഇതുവരെയുണ്ടായ അനുഭവം. ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷം തുടക്കം മുതൽ LDF നിലനിർത്തിപ്പോരുന്ന പ്രചരണ രംഗത്തെ മേധാവിത്വം അത് അരക്കിട്ടുറപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഈ മണ്ഡലത്തിൽ സുനിശ്ചിതമാക്കുന്നതാണ് കേരളത്തിന്റെ പ്രിയങ്കരനായ ജനനേതാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള വരവ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരും. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതോടൊപ്പം തന്നെ സംഘപരിവാറിനെതിരെ നേർക്കുനേർ നിന്ന് പൊരുതുന്ന ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നായകൻ കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. RSS-നും സംഘപരിവാരത്തിനുമെതിരെ മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യയിൽ പൊരുതുന്നത്, രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും പോരാടുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി, ആ ഇടതുപക്ഷത്തിന്റെ സമരനായകൻ സഖാവ് പിണറായി കൂടി വരുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആവേശവും ആത്മവിശ്വാസവും വാനോളം ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ചരിത്രം കുറിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചരിത്രം കുറിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2019 തെരഞ്ഞെടുപ്പിന് ശേഷം വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന് സമാനമായ വിജയം ഇവിടെ LDF കൈവരിക്കാൻ പോവുകയാണ്. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോ പാലക്കാട്ട് പ്രചരണം നടത്തുന്നത് പോലെ വട്ടിയൂർക്കാവിലും പ്രചരണം നടത്തി, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തി. എന്താണ് നമ്മൾ കണ്ടത്? UDF-നെയും BJP-യെയും
ബഹുദൂരം പിന്തള്ളി ഒറ്റ കുതിപ്പിന് വട്ടിയൂർക്കാവിൽ LDFന്റെ സ്ഥാനാർത്ഥിയായ മിടുക്കനായ ചെറുപ്പക്കാരൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ആ മണ്ഡലം പിടിച്ചെടുത്ത് വിജയക്കൊടി നാട്ടുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. സമാനമായിട്ടുള്ള അനുഭവം ഈ പാലക്കാട്ടുണ്ടാവും. വട്ടിയൂർക്കാവ് പാലക്കാട് ആവർത്തിക്കുമെന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥിത്വം കൂടിയായപ്പോൾ വട്ടിയൂർക്കാവിലെ പ്രശാന്തിനെ പോലെ മണ്ഡലത്തെ ഇളക്കിമറിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നതോടെ വട്ടിയൂർക്കാവ് ഇവിടെ ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ള വാർത്ത ശ്രീലങ്കയിലെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐതിഹാസികമായ വിജയത്തിന്റെ വാർത്തയാണ്. വെറും 3 സീറ്റ് മാത്രമുണ്ടായിരുന്ന ശ്രീലങ്കൻ പാർലമെന്റിൽ വെറും 3 സീറ്റ് ഉണ്ടായിരുന്ന പാർലമെന്റിൽ ഇന്നലെ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷവുമായി 159 സീറ്റുമായി ഇടതുപക്ഷം അധികാരത്തിലെത്തിയിരിക്കുന്നു. 1.5 മാസം മുമ്പാണ് ശ്രീലങ്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരു കുതിപ്പിന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒറ്റ കുതിപ്പാണ്. രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 225 അംഗ പാർലമെന്റിൽ 159 ഇടതുപക്ഷം. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് എത്ര? വെറും 3 സീറ്റ്. അവിടെ നിന്നാണ് 159 സീറ്റിലേക്കുള്ള വളർച്ച. കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് എന്താണ്? കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് കേരളം ശ്രീലങ്കയെ പോലെയാവും എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീലങ്ക കേരളത്തെ പോലെ ചുവക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ വിജയ പതാക എവിടെയും ഉയരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതാണ് ഇടതുപക്ഷ മുന്നേറ്റം എന്നത്. അധികം അകലെയല്ലല്ലോ ശ്രീലങ്ക. കേരളത്തിനടുത്തായിട്ടാണല്ലോ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ. തിരുവനന്തപുരത്ത് നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന സ്ഥലമാണ്. അപ്പൊ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാത്രമല്ല, ആകെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇപ്പൊ ഇതിനൊപ്പം 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 3 ഉപതെരഞ്ഞെടുപ്പ് 2 വോട്ടിംഗ് കഴിഞ്ഞു. വയനാടും ചേലക്കരയും. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നില്ലേ? കാടിളക്കിയുള്ള പ്രചരണം, വലിയ മാധ്യമ പിന്തുണ, ഇതെല്ലാം ഉണ്ടായിട്ടും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? 10% പോളിംഗ് കുറഞ്ഞു എന്നതാണ്. താരമണ്ഡലം എന്നെല്ലാം മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പ്രിയങ്ക ഗാന്ധിക്ക് മറ്റൊരു സ്ഥാനാർത്ഥിക്കും കൊടുക്കാത്ത പരിവേഷവും പ്രാധാന്യവും മാധ്യമങ്ങൾ കൊടുത്ത കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുഴുവൻ പോയി അണിനിരന്ന് പ്രചരണം നയിച്ച വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് 10% പോളിംഗ് ഇടിവ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവുണ്ടായി എന്നതാണ്. എന്താണ് അതിനർത്ഥം? UDFന്റെ വോട്ടർമാർ, UDFനെ പിന്തുണയ്ക്കുന്നവർ വോട്ട് ചെയ്യാൻ തയ്യാറാവാതെ വിട്ടുനിന്നു എന്നതാണ്. അതൊരു സന്ദേശം കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഒരു സന്ദേശം നൽകുന്നുണ്ട്. ആ വിട്ടുനിന്നവരിൽ നല്ലൊരു പങ്ക് മുസ്ലിം ലീഗിന്റെ വോട്ടർമാരും അനുഭാവികളുമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ലീഗിനെ അവരുടെ കൊടി ഉയർത്താൻ നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും അനുവദിച്ചില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും അനുവദിച്ചില്ല. സ്വന്തം കൊടി ഉയർത്താൻ അനുവാദമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളികളാകേണ്ടതിന്റെ അപമാനം നേരിട്ട ലീഗിന്റെ അണികളും അനുഭാവികളുമാണ് വോട്ട് ചെയ്യാൻ പോകാത്തവരിൽ നല്ലൊരു പങ്ക്. മാത്രമല്ല, ഒരു സ്ഥലത്ത് ലീഗ് ഒരുക്കിയ വേദി മുഴുവൻ പച്ചക്കൊടികൾ നിറഞ്ഞതാണ് എന്ന് കണ്ട്
പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കാതെ തിരിച്ചുപോയി എന്ന വാർത്തയും നാം കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. നിശ്ചയിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പോയി. എന്താണ് പങ്കെടുക്കാതെ പോയതിന്റെ കാരണം? പങ്കെടുക്കാതെ പോയതിന്റെ കാരണം ആ വേദിയിൽ മുഴുവൻ പച്ചക്കൊടികളാണ്. ലീഗിന്റെ കേന്ദ്രമാണ്. ലീഗിന്റെ കേന്ദ്രത്തിൽ പച്ചക്കൊടി ഉയർത്താൻ അനുവാദമില്ല. പച്ചക്കൊടി വെച്ച വേദിയിൽ പ്രസംഗിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി തിരിച്ചുപോയി. ഈ അപമാനം, ഈ മുറിവ്, അത് വലിയ തോതിൽ മുസ്ലിം ലീഗിന്റെ വോട്ടർമാരെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപമാനമാണല്ലോ, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപമാനമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോ പറഞ്ഞു കൊടി പിടിക്കരുത്, വേണമെങ്കിൽ ബലൂൺ പിടിച്ചോളാൻ പറഞ്ഞു, പച്ച ബലൂൺ. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നപ്പോ പച്ച കൊടി കണ്ടതിന്റെ പേരിൽ വേദിയിൽ കയറാതെ സ്വീകരണം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു. അപ്പൊ ഈ അപമാനമാണ്. 10% എന്ന് പറഞ്ഞ 1.5 ലക്ഷം വോട്ട് അവിടെ ചെയ്യാതെ പോയി എന്നാണ് അർത്ഥം. 1.5 ലക്ഷം വോട്ട് അവിടെ ചെയ്യാതെ പോയിരിക്കുന്നു. സന്ദേശം വളരെ വ്യക്തമാണ്. കാടിളക്കി പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആകെ കേന്ദ്രീകരിച്ചിട്ടും വലിയ തോതിൽ പണമൊഴുക്കിയിട്ടും UDF-നെ പിന്തുണയ്ക്കുന്നവരെ പോലും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അപ്പോൾ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഈ പാലക്കാട് മണ്ഡലത്തിലും LDF വലിയ മുന്നേറ്റം, വലിയ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. LDF മത്സരിപ്പിക്കുന്നത് മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥിയെയാണ്. ഡോക്ടർ P. സരിൻ മിടുക്കനാണ് എന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്. ഇവിടെ UDF-ന് വേണ്ടി പ്രചരണം നടത്താൻ വന്ന UDF-ന്റെ നേതാക്കൾക്കെല്ലാം ഡോക്ടർ സരിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. ഡോക്ടർ ശശി തരൂർ വന്നു, അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവന്നു. പക്ഷെ ശശി തരൂർ ഇവിടെ വന്ന് പറഞ്ഞത് എന്താണ്? ശശി തരൂർ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്ന മിടുക്കനായ ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ. IAAS നേടിയ, ആദ്യത്തെ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച, ഡോക്ടർ എന്ന നിലയിൽ മികവ് തെളിയിച്ച പ്രഗത്ഭനായ ചെറുപ്പക്കാരനാണ് ഡോക്ടർ P. സരിൻ. ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല തരൂർ പറയുന്നത്, LDF-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് K. മുരളീധരനെ കൊണ്ടുവന്നു. KPCC-യുടെ മുൻ അധ്യക്ഷൻ, മുൻ മന്ത്രി, ബഹുമാന്യനായ ലീഡർ K. കരുണാകരന്റെ മകൻ K. മുരളീധരൻ ഈ മേപ്പറമ്പിൽ വന്നല്ലേ പ്രസംഗിച്ചത്? ഈ മേപ്പറമ്പിലല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്? എന്താ മുരളീധരൻ പറഞ്ഞത്? ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതാണ്, പക്ഷേ ഡോക്ടർ P. സരിൻ മിടുക്കനാണ്. ആർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതാണ്? അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചോദിക്കാൻ വന്നതാണ്. പക്ഷെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറയുന്നത്. നല്ല വാക്കുകളാണ് പറയുന്നത്, മിടുക്കനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എതിരാളികൾ പോലും വന്ന് പറയുന്നു, UDF-ന്റെ നേതാക്കൾ പോലും വന്ന് പറയുന്നു നമ്മുടെ സ്ഥാനാർത്ഥി മിടുക്കനാണ്. അപ്പൊ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? മിടുക്കനായ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത്? മുരളീധരനും തരൂരും പറയാതെ പറയുന്ന കാര്യം എന്താ? മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളുടെ പേര് മാത്രം പറഞ്ഞ് മിടുക്കനാണ് എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി അങ്ങനെയല്ല എന്നുകൂടിയാണ്. ഞാൻ പറയുന്നതല്ല, UDF-ന്റെ നേതാക്കൾ പറയുന്നതിന്റെ അർത്ഥം അതല്ലേ? അപ്പൊ LDF സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ച്, യോഗ്യതയെ കുറിച്ച്, കഴിവിനെ കുറിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല, സംശയമില്ല. അത്ര സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ, അതാണ് പ്രശ്നം, അത്രമാത്രം സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. LDF ജനങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഈ പാലക്കാട് കഴിഞ്ഞ 13 കൊല്ലമായി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. സരിൻ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശസ്തമായ നിലയിൽ MBBS കഴിഞ്ഞ് ആദ്യത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് എടുത്ത ആളാണ്. നമ്മുടെ നാട്ടിലെ പഠിക്കാൻ മിടുക്കരായ എല്ലാ കുട്ടികളുടെയും സ്വപ്നമാണ് സിവിൽ സർവീസ്. പലർക്കും 3-4 തവണ ശ്രമിച്ചാലാണ് അത്
പാസ്സാവാൻ കഴിയുക. ആദ്യത്തെ ശ്രമത്തിൽ അത് നേടിയ ചെറുപ്പക്കാരനാണ്. എന്നിട്ട് കർണാടകയുടെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ ആയിട്ടിരിക്കുമ്പോഴാണ് ജോലി രാജിവെച്ച് പൊതുപ്രവർത്തന രംഗത്തിറങ്ങുന്നത്. 28 കൊല്ലത്തെ സർവീസ് ബാക്കിയുള്ളപ്പോൾ 32ാമത്തെ വയസ്സിൽ സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി വിരമിക്കാൻ കഴിയുമായിരുന്നു. അത്ര വലിയൊരു കരിയർ ഉപേക്ഷിച്ച്, അത്ര സ്വപ്നതുല്യമായൊരു കരിയർ ഉപേക്ഷിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നൊരു ചെറുപ്പക്കാരൻ. അതുകൊണ്ടാണ് ഡോക്ടർ തരൂരും കെ മുരളീധരനും ഒക്കെ പറയുന്നത് അദ്ദേഹം മിടുക്കനാണ് എന്ന്. പക്ഷേ അദ്ദേഹത്തിനൊരു കൈ കൊടുക്കാൻ പോലും UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറല്ല കേട്ടോ, UDFന്റെ നേതാക്കൾ തയ്യാറല്ല കേട്ടോ. ഒരു കൈ കൊടുക്കാൻ നമ്മൾ കണ്ടതല്ലേ ടി വിയിലൊക്കെ, കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു. പരസ്പരം എതിരായി മത്സരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ, UDF സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ഓടിച്ചെന്നു കൈ കൊടുക്കാൻ. ആ കൈ തട്ടിമാറ്റി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പാലക്കാടിന്റെ സംസ്കാരമല്ല എന്ന കാര്യത്തിൽ പാലക്കാട്ടുകാർക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. അത് പാലക്കാടിന്റെ സംസ്കാരമല്ല. പാലക്കാട്ടുകാർ അങ്ങനെ ആരോടും പെരുമാറുന്നവരല്ല. പാലക്കാട്ടുകാർ എങ്ങനെയാണ് പെരുമാറുക നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, ഏത് രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും സ്നേഹത്തോടെയും ആദരവോടെയും മനുഷ്യരോട് പെരുമാറുന്ന സംസ്കാരമാണ് ഈ പാലക്കാടിന്റെ സംസ്കാരം. അവിടെയാണ് നമുക്ക് അന്യമായ ഒരു സംസ്കാരം ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു കൈ കൊടുക്കാൻ പോലും തയ്യാറില്ലാത്ത ആളുകൾ ജനപ്രതിനിധികളായാൽ എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുക? എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുക? ഇത്രമാത്രം അസഹിഷ്ണുത, ഇത്രമാത്രം അഹന്ത കാണിക്കാൻ പാടുമോ ഒരു ജനപ്രതിനിധിയിൽ നിന്ന്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരിൽ നിന്നുണ്ടാകാൻ പാടുമോ? അതെല്ലാം പാലക്കാട്ടുകാർ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോ അവരുടെ തന്നെ നേതാക്കൾ പറയുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് ഒരു കൈ കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത ആളുകൾ ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോ LDFന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോഴോ, LDFന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോ അവസാന തടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവസാന തടവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ്? തൃശ്ശൂർ ആവർത്തിക്കാൻ പാടില്ല എന്നാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. തൃശ്ശൂർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നതാണ്. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? 1ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF. സിറ്റിംഗ് MP ആണ്. UDFന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP ആയിരുന്നു. അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റി. വടകരയിലെ സിറ്റിംഗ് MPയെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് തൃശ്ശൂരിലെ സിറ്റിംഗ് MPയെ മാറ്റി അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. കോൺഗ്രസിനകത്താകെ പ്രശ്നമുണ്ടാക്കുന്നു, സംഘർഷമാകുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ 86,000 വോട്ട് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നഷ്ടമാകുന്നു. ആ 86,000 വോട്ട് കോൺഗ്രസിന്റെ കുത്തിയൊഴുകി BJPയിലേക്ക് പോയി. BJP ജയിക്കുന്ന സ്ഥിതി അങ്ങനെയാണ് ഉണ്ടായത്. LDFന്റെ വോട്ട് 16,000 കൂടി. VS സുനിൽകുമാറിന് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയ LDFന് കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് കൂടിയപ്പോ 86,000 വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത്. അങ്ങനെ കുറഞ്ഞപ്പോഴാണ് BJP അവിടെ ജയിച്ചത്. സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ. ആരായിരുന്നു സ്ഥാനാർത്ഥി? ചില്ലറക്കാരനായിരുന്നു. അല്ല, കെ മുരളീധരനായിരുന്നില്ലേ സ്ഥാനാർത്ഥി? മുതിർന്ന നേതാവ് KPCC പ്രസിഡന്റായിരുന്ന കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്നെ കാലുവാരി, ആര്? കോൺഗ്രസുകാർ കാലുവാരി എന്നാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ കൊണ്ടുവന്ന്, ഞാൻ ജയിച്ചു നിൽക്കുന്ന വടകരയിൽ നിന്ന് എന്നെ മാറ്റി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് നിർത്തി, നട്ടും ബോൾട്ടുമില്ലാത്തൊരു വണ്ടിയിൽ എന്നെ കയറ്റിവിട്ടു എന്ന് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞതല്ല, ശ്രീ കെ മുരളീധരൻ നേരിട്ട് പറഞ്ഞതാണ്. മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ, മുതിർന്ന നേതാവിനെ പോലും കാലുവാരിയും വഞ്ചിച്ചും BJPയെ ജയിപ്പിക്കാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് നമ്മൾ കാണണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചില മതതീവ്രവാദ സംഘടനകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തൃശ്ശൂർ ആവർത്തിക്കരുത്, തൃശ്ശൂർ ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത്. ഇടതുപക്ഷത്തിന് മാത്രമേ സംഘപരിവാറിനെ ചെറുക്കാനും തോൽപ്പിക്കാനും കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് അനുഭവം. തൃശ്ശൂരിന്റെ അനുഭവം മാത്രമല്ല, നേമത്ത് BJP അക്കൗണ്ട് തുടങ്ങിയല്ലോ. നേമത്ത് BJP അക്കൗണ്ട് തുടങ്ങിയപ്പോ എത്ര വോട്ടാണ് UDFന് കിട്ടിയത്? വെറും 13,000 വോട്ട്.
60,000 വോട്ടുണ്ടായിരുന്ന UDF-ന് 13,000 വോട്ട്. അങ്ങനെയാണല്ലോ UDF വോട്ടുകൾ കുത്തിയൊഴുകി BJP-യിലേക്ക് പോയപ്പോഴാണ് നേമത്ത് O രാജഗോപാൽ ജയിച്ചതും BJP അക്കൗണ്ട് തുടങ്ങിയതും 2016-ൽ. 5 കൊല്ലം കഴിഞ്ഞു 2021-ലെ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ നേമത്തെ അക്കൗണ്ട് പൊട്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേര് LDF എന്നാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പൊട്ടിച്ചത്. സഖാവ് വി ശിവൻകുട്ടി LDF-ന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോഴാണ് BJP തുടങ്ങിയ അക്കൗണ്ട് 5 കൊല്ലം കൊണ്ട് തന്നെ പൂട്ടിക്കെട്ടി BJP-യെ കേരള നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ, കേരള നിയമസഭയിൽ നിന്ന് BJP-യെ ഉച്ചാടനം ചെയ്യാൻ കഴിഞ്ഞത് LDF-നാണ്. അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കോൺഗ്രസ്, അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ UDF, അവർ തുറന്നു കൊടുക്കുന്ന അക്കൗണ്ട് പൂട്ടിക്കാൻ LDF. നേമത്തിന്റെയും തൃശ്ശൂരിന്റെയും അനുഭവം അതാണ് കാണിക്കുന്നത് അല്ലേ? എന്നിട്ടിപ്പോ കണക്കുമായിട്ട് ചിലരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈകൊടുക്കാൻ വേണ്ടി മാത്രമേ മടിയുള്ളൂ കേട്ടോ. UDF സ്ഥാനാർത്ഥിക്ക് ഇത്തരം ശക്തികൾക്ക്, തീവ്രവാദ ശക്തികൾക്കൊന്നും കൈകൊടുക്കാൻ ഒരു മടിയും UDF-നില്ല, UDF-ന്റെ സ്ഥാനാർത്ഥിക്കുമില്ല എന്ന് കാണണം. അപ്പോ ഈ പ്രചരണവുമായിട്ടാണ് ഇവരിറങ്ങുന്നത്. ഇനി പാലക്കാട്ടെ കാര്യം നമ്മൾ എടുത്ത് നോക്കൂ. പാലക്കാട്ട് അനുഭവം എന്താ? പാലക്കാട്ട് അനുഭവം, പാലക്കാട് മണ്ഡലത്തിൽ എപ്പോഴെല്ലാം LDF-ന് വോട്ട് കൂടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം BJP 3-ാം സ്ഥാനത്തായിട്ടുണ്ട് എന്നതാണ് അനുഭവം. LDF-ന്റെ മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് BJP-യെ 3-ാം സ്ഥാനത്താക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2014-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ LDF 1-ാമത് വന്നു, BJP 3-ാമതായി പോയി. 2019-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടു. പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ LDF-ന് നല്ല വോട്ട് കിട്ടി, BJP വളരെ പിന്നിൽ 3-ാമതായി പോയി. ഇതല്ലേ യാഥാർത്ഥ്യം? എപ്പോഴെല്ലാം LDF-ന് ഇവിടെ വോട്ട് ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം BJP-ക്ക് നമ്മുടെ 7 അയലത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല, വളരെ പിന്നിൽ 3-ാമതാണ് എന്നതാണ്. അപ്പൊ LDF-ന് വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് BJP-യെ അകറ്റി നിർത്താൻ കഴിയൂ. ഇപ്പോഴോ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ BJP 3-ാം സ്ഥാനത്താണ്, വളരെ പിന്നിൽ 3-ാം സ്ഥാനത്താണ് തുടക്കം മുതൽ. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. രമേശ് ചെന്നിത്തല നിസ്സാരക്കാരനല്ലല്ലോ, പരിണതപ്രജ്ഞനായ കോൺഗ്രസ് നേതാവല്ലേ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ. ഇപ്പൊ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നേതാവാണ്. ആ രമേശ് ചെന്നിത്തല ഇവിടെ പാലക്കാട്ട് വന്ന് പറഞ്ഞു, മത്സരം ഞങ്ങളും LDF-ഉം തമ്മിലാണ്, BJP ചിത്രത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? LDF-ന്റെ കുതിപ്പാണ് BJP-യെ പിന്തള്ളിയത്. LDF കുതിച്ചു മുന്നേറിയപ്പോൾ BJP അപ്രസക്തമായി, ചിത്രത്തിലില്ലാത്ത സ്ഥിതിയായി മാറി. രമേശ് ചെന്നിത്തല മാത്രമാണോ പറഞ്ഞത്? കെ മുരളീധരൻ പറഞ്ഞില്ലേ? കെ മുരളീധരൻ പറഞ്ഞത് ഇതേ വാക്കാണ്. BJP അപ്രസക്തമായി, വിദൂരമായ 3-ാം സ്ഥാനത്താണ് BJP എന്ന് കെ മുരളീധരൻ പറയുകയാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ആരാണ് ആ പറയുന്നത്? VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ്. പടുകുഴിയിൽ കിടക്കുന്ന BJP-യെ, 3-ാം സ്ഥാനത്ത് പടുകുഴിയിൽ കിടക്കുന്ന BJP-ക്ക് ഒരു കൈ കൊടുക്കാനാണ് സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൈ പിടിച്ച് BJP-യെ കയറ്റാനാണ് നോക്കുന്നത്. VD സതീശനും സതീശന്റെ കോക്കസിനും ഈ പാലക്കാട് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ചുട്ട മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. BJP-യെ കൈപിടിച്ച് അവരകപ്പെട്ട പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ കനത്ത പ്രഹരം പാലക്കാട്ട് വോട്ടർമാർ കൊടുക്കും. അതാണ് കോൺഗ്രസിനകത്ത് 2 ചേരിയാണ്. ഒന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും എല്ലാം നേതൃത്വം കൊടുക്കുന്ന BJP വിരുദ്ധരുടെ ചേരിയാണ് എങ്കിൽ BJP-യെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ്. ആ കോൺഗ്രസിന്റെ ആവശ്യം BJP-യെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ മാത്രം ലക്ഷ്യമല്ല, വലിയ കുടില ലക്ഷ്യങ്ങൾ ശ്രീ VD സതീശന്, പ്രതിപക്ഷ നേതാവിന് അതിന്റെ ഭാഗമായിട്ടുണ്ട്. BJP-യെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പിന്നിൽ വലിയ കുടില ലക്ഷ്യമുണ്ട്. അത് കോൺഗ്രസിനകത്തു തന്നെ ചിലരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നും നമ്മൾ കാണണം. അപ്പോ ആരാ VD സതീശൻ? നമുക്ക് എല്ലാവർക്കും അറിയാം.
ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി താണ് വണങ്ങി നിലവിളക്ക് കൊളുത്തി നിൽക്കുന്ന VD സതീശന്റെ ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സാധാരണ അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയൊക്കെ നമ്മൾ TV എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരൗദ്ധത്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് അദ്ദേഹം പെരുമാറാറുള്ളത് അല്ലേ? ആളുകളെ എല്ലാം, കണ്ണിൽ കണ്ടവരെ എല്ലാം എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാവരെയും പോയി LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ, ഡോക്ടറായിട്ടുള്ള ഭാര്യയുടെ വോട്ട് വരെ കള്ള വോട്ടാണെന്ന് പറയാൻ മടി കാണിക്കാത്ത പ്രതിപക്ഷ നേതാവാണ്. അവർ കാടാങ്കോട താമസം, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവർക്ക് സ്വന്തമായിട്ട് അവിടെ വീടുണ്ട്. 18 ഇപ്പൊ വാങ്ങിയതുമല്ല, 2018 6 കൊല്ലം മുമ്പ് വാങ്ങിയ വീട്ടിൽ അവർക്ക് വോട്ടുണ്ട്. എന്നിട്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ എതിർ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ വോട്ട് വരെ വ്യാജമാണെന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ്. അതിന് മടിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. എല്ലാവരോടും വളരെ ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം അദ്ദേഹത്തെ വിനയാന്യുതനായിട്ട് കണ്ടു. എന്തൊരു വിനയമാണ്, എന്തൊരു ഭവ്യതയാണ്. പുഞ്ചിരിയോടെ കൈകൂപ്പി അദ്ദേഹം നിൽക്കുകയാണ്. എവിടെയാണ് നിൽക്കുന്നത്? ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്കും കൊളുത്തി നിൽക്കുന്ന സതീശന്റെ ചിത്രം കണ്ടാൽ, പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കണ്ടാൽ അദ്ദേഹത്തിന്റെ BJPയോട് RSSനോടുള്ള വിധേയത്വം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും, വ്യക്തമാകും. RSSനോടും BJPയോടും വിധേയത്വം പുലർത്തുന്നവരാണ്. ആരാണ് ഗോൾവാൾക്കർ? ഗോൾവാൾക്കറാണ് RSSന്റെ ആചാര്യൻ. ആ ഗോൾവാൾക്കർ പറഞ്ഞത് നമ്മൾ ആരും മറക്കാൻ പാടില്ല. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ 3 ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കണം. ഏതെല്ലാമാണ് ആഭ്യന്തര ശത്രുക്കൾ? 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 ആരാണ്? 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം. എങ്ങനെ ഉന്മൂലനം ചെയ്യണം? ജർമ്മനിയിൽ ജൂതന്മാരെ ഹിറ്റ്ലർ ഉന്മൂലനം ചെയ്തതുപോലെ, കൂട്ടക്കൊല ചെയ്തതുപോലെ ഉന്മൂലനം ചെയ്യണം. ആരെ? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും. ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിക്ക് ആ പടത്തിന്റെ മുമ്പിൽ വിളക്കും കൊളുത്തി വിനീത വിധേയനായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രതിപക്ഷ നേതാവാണ് പാലക്കാട്ട് പടുകുഴിയിൽ കിടക്കുന്ന BJPയെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ BJP ഇല്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ട് വരികയുണ്ടായി. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ പൊതുവിൽ BJPയെ അനുകൂലിക്കുന്ന ഒരു മാധ്യമമാണല്ലോ. ആ ഇന്ത്യ ടുഡേ പറഞ്ഞത് എന്താണ്? ഇന്ത്യ ടുഡേ ചിലരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, BJP വളരെ പിന്നിൽ 3-ാം സ്ഥാനത്താണ് എന്ന് മാത്രമല്ല, കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട്. അത്രമാത്രം ഉൾപോരാണ് BJPക്കകത്ത്, അത്രമാത്രം ഗ്രൂപ്പിസമാണ് BJPക്കകത്ത്. BJPയുടെ തന്നെ ചില നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ പറയുകയാണ്, ഇത്തവണ പാലക്കാട്ട് BJPക്ക് കെട്ടിവെച്ച കാശ് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് BJPയുടെ സ്ഥിതി. ആ BJPക്ക്, ചിത്രത്തിലില്ലാത്ത BJPക്ക് പുതുജീവൻ കൊടുക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ദുരുദ്ദേശം എന്താണ്? എന്തുദ്ദേശത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഒരു കോക്കസ് ഉണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കെല്ലാം എതിരായിട്ട് ആക്രോശിക്കുകയാണ്. കാണിച്ചു തരും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തുന്നത്. കാണിച്ചു തരാം. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ബാലേട്ടൻ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മറുപടി ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കാണിച്ചു തരുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് പക്ഷെ ആ വാശിയും വീറും ഒന്നും ആരോട് കാണിക്കുന്നില്ല? BJPയോട് കാണിക്കുന്നില്ല. BJP പറഞ്ഞല്ലോ, BJPയുടെ പ്രസിഡന്റല്ലേ പറഞ്ഞത്, കള്ളപ്പണം ഞങ്ങൾക്ക് മാത്രമല്ല കിട്ടിയത്, ഞങ്ങൾക്ക് കള്ളപ്പണം തന്ന അതേ ആൾ 4 കോടി രൂപ കോൺഗ്രസിന്റെ ഇന്ന MP-ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? പേര് സഹിതമല്ലേ പറഞ്ഞത്? MP-ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പേര് സഹിതം പറഞ്ഞില്ലേ? ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു, BJP പ്രസിഡന്റിനെതിരായി മാനനഷ്ട കേസ് കൊടുക്കുമോ? ഇതേവരെ മിണ്ടിയിട്ടില്ല. BJPയുടെ അധ്യക്ഷൻ 4 കോടി രൂപ കോൺഗ്രസിന്റെ MP-ക്ക് കള്ളപ്പണം കൊടുത്തു.
എന്ന് ആധികാരികമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആരോപണമുന്നയിക്കുമ്പോൾ ഒരു പ്രതികരണവും ആരോപണ വിധേയനില്ല. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലെ ദിവസം 3 നേരം പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനില്ല, ഒരു കോൺഗ്രസ് നേതാവിനും മറുപടിയില്ല. എന്തുകൊണ്ടാ മിണ്ടാട്ടമില്ലാത്തത്? എന്താ മിണ്ടാത്തത്? ഒന്നുകിൽ വാങ്ങിയിട്ടില്ല എന്ന് പറയണ്ടേ, ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയണ്ടേ, മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറയണ്ടേ? പറയാൻ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാ? ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും ഞങ്ങൾ ചോദിക്കുകയാണ്, 4 കോടി രൂപ കള്ളപ്പണം നൽകി എന്ന് ആരോപണം ഉന്നയിച്ച BJP പ്രസിഡന്റിനെതിരായി ഇനിയെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് കൊടുക്കാൻ ധൈര്യം വരുമോ? ഒരു വക്കീൽ നോട്ടീസ് അതെങ്കിലും കൊടുക്കാൻ ധൈര്യം വരുമോ? മാനനഷ്ട കേസ് കൊടുക്കാൻ ധൈര്യം വരുമോ? അപ്പൊ എന്താ കാണുന്നത് അറിയോ? BJP കോൺഗ്രസ് ഡീൽ എന്ന് പറഞ്ഞാൽ വോട്ടിലും പണത്തിലുമുള്ള ഡീലാണ് എന്നാണ്. ഒരേ സ്രോതസ്സിൽ നിന്നാണ് കള്ളപ്പണം വരുന്നത്. ഇരു കൂട്ടർക്കും ഒരേ സ്രോതസ്സിൽ നിന്നാണ് വരുന്നത്. ആ പണത്തിന്റെ ബലത്തിലാണ് വോട്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകുന്നത് എന്ന് നമ്മൾ കാണണം. തൃശ്ശൂരിൽ 86,000 വോട്ട് ഒഴുകിയത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് എന്നാരും വിചാരിക്കണ്ട. സൗജന്യമായിട്ട് കൊടുത്ത വോട്ടല്ല. കോടികൾ കള്ളപ്പണമായിട്ട് വരുമ്പോഴാണ് 86,000 വോട്ട് ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്ക് കുറയുന്നത്? കോൺഗ്രസിന് കുറയുന്നത്. ആ വോട്ടാണ് BJPയിലേക്ക് പോയത്. അതിന്റെ ബലത്തിലാണ് BJP അവിടെ ജയിച്ചത്. അപ്പൊ തൃശ്ശൂർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേമത്ത് BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ചതുപോലെ LDF ഇവിടെ വിജയിക്കണം. LDFനെ വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ പാലക്കാടിന്റെ പുരോഗതിക്ക്, വികസനത്തിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. 13 കൊല്ലമായിട്ടൊരു MLA ആണല്ലോ ഇവിടെ ഉള്ളത്. 13 കൊല്ലം, 10 കൊല്ലമായിട്ട് BJP ആണ് നഗരസഭ ഭരിക്കുന്നത്. അപ്പൊ 2 കൂട്ടരും കൂടിയാണ് ഒരു വ്യാഴവട്ടമായി ഈ പാലക്കാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പാലക്കാടിന്റെ സ്ഥിതി? ഇതുപോലൊരു നഗരം കേരളത്തിൽ, ഇത്ര മുരടിച്ചു പോയൊരു നഗരം കേരളത്തിൽ വേറെ ഉണ്ടോ? ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരുപാട് കാര്യം പറയണ്ട, എല്ലാം ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ ഇല്ലാത്ത കേരളത്തിലെ ഏക നഗരം ഏത് എന്ന് നാളെ PSC പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ പാലക്കാട് എന്നാണ് ഉത്തരം. ഒരു മാർക്ക് കിട്ടും. സ്വന്തമായൊരു ടൗൺ ഹാൾ ഇല്ലാത്ത ഏക നഗരം പാലക്കാടാണ്. വലിയ നഗരങ്ങൾ വിടൂ, ഇന്ന് പഞ്ചായത്തിന് വരെ സ്വന്തമായിട്ട് ടൗൺ ഹാൾ ഉണ്ട്. നിങ്ങൾ ചെർപ്പളശ്ശേരി പോയി നോക്കിയാൽ അവിടെ മുനിസിപ്പൽ ടൗൺ ഹാൾ ഉണ്ട്. ചെറിയ മുനിസിപ്പാലിറ്റിയാണ്, പുതുതായി വന്ന മുനിസിപ്പാലിറ്റിയാണ്. ഒരു ടൗൺ ഹാൾ ഇല്ലാത്ത ജില്ലാ ആസ്ഥാനം 8 കൊല്ലായി പൊളിച്ചിട്ടിട്ട്. 8 കൊല്ലായി BJP ഭരണം വന്നു, ഉടൻ ടൗൺ ഹാൾ പൊളിച്ചു. പിന്നെ BJPക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പൊളിക്കാൻ മാത്രം അറിയുന്നവരാണ് BJP, ഉണ്ടാക്കാൻ അറിയില്ല. പൊളിക്കാൻ മാത്രമേ അറിയൂ, അല്ലെ? പള്ളി പൊളിച്ചതുപോലെയാണ്, ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെ എന്ത് പൊളിച്ചു? ടൗൺ ഹാൾ പൊളിച്ചു. പൊളിച്ച പള്ളിയുടെ സ്ഥാനത്ത് വേറെ പള്ളി ഇപ്പൊ ഉണ്ടാക്കി. ഇലക്ഷന്റെ മുമ്പേ പ്രിയങ്ക ഗാന്ധിയുടെ വെള്ളിക്കട്ടിയും കൂടി ഉപയോഗിച്ചിട്ടാണ്. അതൊന്നും മറക്കരുത്. പള്ളി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞിട്ടല്ലേ കോൺഗ്രസ് അതിന്റെ കൂടെ നിന്നത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, വെറും ഇഷ്ടികയല്ല, വെള്ളിക്കട്ടി തന്നെ നൽകും. ദേശീയാഭിമാനത്തിന്റെ പ്രതീകമാണ്. ഏത്? പച്ചക്കൊടി വെച്ച വേദിയിൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയ പ്രിയങ്ക ഗാന്ധി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ദേശീയാഭിമാനത്തിന്റെ പ്രതീകമാണ് എന്ന്. അത് ഏത് ദേശീയാഭിമാനമാണ്? ലീഗുകാർ ഓർമ്മിക്കണം, മതനിരപേക്ഷവാദികൾ പ്രത്യേകം ഓർമ്മിക്കണം. ഏത് ദേശീയാഭിമാനമാണത്? RSS പറയുന്ന ദേശീയാഭിമാനമല്ലേ? പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം ഉയരുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്നവർ മതനിരപേക്ഷവാദികളാണോ? അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശവക്കല്ലറയ്ക്ക് മുകളിൽ ഒരു കെട്ടിടം പടുത്തുയർത്തുമ്പോൾ അതിൽ അഭിമാനിക്കുകയാണ്. അതല്ലേ ചെയ്തത്? അപ്പോ അതുപോലെയാണ് പള്ളി പൊളിച്ചതുപോലെയാണ് ടൗൺ ഹാൾ പൊളിച്ചത്. ടൗൺ ഹാൾ പൊളിച്ചു, കൊല്ലം 8ആയി. ഇന്ന് വരെ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കാൻ കഴിയാത്തവരാണ്. അവരാണ് വന്ന് വോട്ട് ചോദിക്കുന്നത്. ഇനി അപ്പുറത്തെടുക്കുക, 13 കൊല്ലമായിട്ടൊരു MLA ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 13 കൊല്ലമായിട്ട് ഒരു MLA ഉണ്ടല്ലോ. ആ മുനിസിപ്പൽ സ്റ്റേഡിയം 56 കോടി രൂപയാണ് കേരളത്തിൽ LDF സർക്കാർ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. 56 കോടി രൂപ.
ഈ MLA-യും മുനിസിപ്പാലിറ്റിയും ഉണ്ടാക്കിയ തർക്കം മൂലം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സ്പീക്കറായിരുന്ന സമയത്ത്, സ്പീക്കർക്ക് കക്ഷി രാഷ്ട്രീയമില്ലല്ലോ, ഞാനൊരു യോഗം വിളിച്ചു, മുനിസിപ്പാലിറ്റിയുടെ ആളുകളെ വിളിച്ചു, MLA-യെ വിളിച്ചു, സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ MLA യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു, വന്നില്ല. അതിപ്പോഴും 56 കോടി പൈസ റെഡിയാണ്. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ ഉടക്കാണ്. ആ ഉടക്ക് മാറണമെങ്കിൽ LDF-ന്റെ ഒരു MLA ഇവിടെ വരണം. LDF-ന്റെ MLA വന്നാൽ പാലക്കാട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമാക്കി, സിന്തറ്റിക് ട്രാക്കും ഇന്റർനാഷണൽ നിലവാരമുള്ള ഫുട്ബോൾ ടർഫുമാക്കിയിട്ടതിനെ മാറ്റും. കാശ് റെഡിയാണെന്നേ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. സ്പോർട്സ് മന്ത്രി ഈ പൈസ ചെലവഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ പറഞ്ഞു അവിടെ തർക്കമാണ്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥലം കിട്ടുമെങ്കിൽ അവിടെ ആരംഭിക്കാം. ഞാൻ അതിലൊരു ന്യായമായ സമീപനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ജില്ലാ സ്റ്റേഡിയം ജില്ലാ കേന്ദ്രത്തിലാണ്, ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉണ്ടാവേണ്ടത്. അത് അങ്ങേയറ്റമായ തൃത്താലയിൽ കൊണ്ടുപോയി വെക്കുന്നത് ഒരു ന്യായമല്ല എന്ന് പറഞ്ഞതാണ്. അത്രയും ഉദാരമായ ന്യായമായ സമീപനം ഞങ്ങൾ എടുത്തിട്ടും ഇവിടെ ആർക്ക് വേണ്ട? MLA-ക്ക് വേണ്ട. MLA-യുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു? MLA-യുടെ മനസ്സിലിരിപ്പ് സർക്കാരിന്റെ പദ്ധതി ഇവിടെ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് വേണ്ട. ഇൻഡോർ സ്റ്റേഡിയം, മുടങ്ങിക്കിടന്ന ഇൻഡോർ സ്റ്റേഡിയം, ഇതുപോലെ സ്പീക്കറായിരിക്കുമ്പോഴാണ് എൻ്റെ ചേംബറിൽ യോഗം വിളിച്ചത്. സ്പോർട്സ് മന്ത്രി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും. അതിനും MLA പങ്കെടുത്തില്ല, വിട്ടുനിന്നു. ആ യോഗവും അദ്ദേഹം ബഹിഷ്കരിച്ചു. പക്ഷേ അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമല്ലാത്തത് കൊണ്ടും MLA-ക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ആ പ്രശ്നം പരിഹരിച്ചു. 15 കോടി രൂപ കൊടുത്തു. അവിടെ ഇപ്പൊ നിർമ്മാണം ആരംഭിച്ചു. ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം നമുക്ക് ആരംഭിക്കാനായി. ഇങ്ങനെ ഓരോ കാര്യം നോക്കൂ. ഈ പാലക്കാടിൽ 25 കോടി രൂപയ്ക്ക് മുനിസിപ്പാലിറ്റി ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി. 25 കോടി രൂപയ്ക്ക്. ആ വാട്ടർ ടാങ്ക് 2 കൊല്ലമായി പണി കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നില്ല. ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. 25 കോടി രൂപ മുടക്കി ഒരു തുള്ളി വെള്ളം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടോ? എന്താ കാര്യം? ടാങ്കിലേക്ക് മുകളിലേക്ക് വെള്ളം കയറും, താഴത്തേക്ക് ഇറങ്ങില്ല. അതാണ്. BJP-ക്ക് മുകളിലേക്ക് കയറണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ, താഴത്തേക്ക് ഇറങ്ങണമെന്നില്ല. പിന്നെ അവരുടെ പോക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മതി. അതാണ്. ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല. ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ലാതെ ടാങ്ക് ഉണ്ടാക്കി, വെള്ളം മുകളിലേക്ക് കയറും, പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല. ഇപ്പൊ 25 കോടി, വെള്ളം താഴേക്ക് ഇറങ്ങുന്നില്ല, പക്ഷേ പോക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത് ഇറങ്ങി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? ഇതല്ലേ മുനിസിപ്പൽ ഭരണത്തിന്റെ സ്ഥിതി? ഇതല്ലേ 13 കൊല്ലത്തെ? നമ്മുടെ തൊട്ടപ്പുറത്ത് പിരായിരി പഞ്ചായത്തില്ലേ? എന്താണ് പിരായിരി പഞ്ചായത്തിന്റെ സ്ഥിതി? കുടിവെള്ളം കിട്ടാത്ത എത്ര മേഖലകളാണ് അവിടെ ഉള്ളത്? കാലാകാലങ്ങളായി UDF ഭരിക്കുന്ന പിരായിരി പഞ്ചായത്ത്. ഞാൻ 3-4 സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളം വില കൊടുത്ത് വാങ്ങാണ്. വേനൽക്കാലമായിട്ടില്ല കേട്ടോ, വെള്ളം വില കൊടുത്ത് വാങ്ങാണ്. മെട്രോ നഗർ വില കൊടുത്തു വെള്ളം വാങ്ങുന്ന സ്ഥലത്ത് കൂട്ടത്തോടെ ഉമ്മമാരെല്ലാം കൂടി പരാതിയായി വന്നു. ഞാൻ ചോദിച്ചു, അല്ല അപ്പം MLA-യോട് പറഞ്ഞില്ലേ ഇത്? അപ്പം അവർ പറഞ്ഞു, MLA-യോട് പറഞ്ഞു, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഞങ്ങൾ കാണുന്നത് വടകരയിലാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഒരു സിനിമയിൽ നെടുമുടി വേണു പറയുന്നുണ്ട്, കണ്ടിട്ടില്ലേ? അതുപോലെ കുതിരവട്ടം പപ്പു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നില്ലേ? അതുപോലെ പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോയതാ. പിന്നെ ഞങ്ങൾ വടകരയിലാണ് കണ്ടത്. പിന്നെ ഇപ്പം ഇവിടെ വന്നു, ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ ടാറ്റ കാണിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലേ 10-13 കൊല്ലമായിട്ട് ഈ പാലക്കാട്ടെ ആളുകളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തത്? ഇങ്ങനെയല്ലേ ചെയ്തത്? ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ നോക്കൂ, ഈ കേരളം ആകെ എടുത്തു നോക്കിയാൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും പാലക്കാട് പോലെയാണോ? എന്തൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് കണ്ടില്ലേ? അതും പൊളിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, BJP-ക്ക് പൊളിക്കാനേ അറിയൂ, ഉണ്ടാക്കിയ ചരിത്രമില്ല. അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെയും ടൗൺ സ്റ്റാൻഡിൻ്റെയും സ്ഥിതി എന്താണ്? ഇങ്ങനെ അധോഗതിയിലുള്ള നഗരമുണ്ടോ? ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് പത്രക്കാരെല്ലാം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴാണ് ഈ നഗരം ശരിക്ക് കാണുന്നത്. ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ
വൈകുന്നേരത്തെ പാലക്കാട്ടിന്റെ പല ഭാഗത്ത് നിന്നെടുത്ത ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു. എന്താ സ്ഥിതി അറിയോ? സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ പാലക്കാട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും വിളക്കില്ല, വെളിച്ചമില്ല, തെരുവ് വിളക്കുകളില്ല. ആരുടെ ചുമതലയാണ്? മുനിസിപ്പാലിറ്റിയുടെ ചുമതലയാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, ഒരു നഗര സൗകര്യവുമില്ല. പാലക്കാട്ട് ഓപ്പൺ ജിം കോട്ട മൈതാനത്തെ ഞാൻ MP ആവുമ്പോൾ MP ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ വ്യായാമം ചെയ്യാൻ ഉപയോഗിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മാണ്, കേരളത്തിലെ ആദ്യത്തെ. അത് കണ്ടിട്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നീട് ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചത്. മുനിസിപ്പാലിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങളുടെ സ്ഥലമാണ് മൈതാനം, അതുകൊണ്ട് ഞങ്ങൾ പരിപാലിക്കാം, മെയിൻ്റനൻസ് ഞങ്ങൾ നടത്താം. DTPC ഏൽപ്പിക്കാന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. അപ്പുറത്ത് ഫോർട്ട് വാക്കേഴ്സ് ക്ലബ് ഉണ്ട്, നാട്ടുകാരുടെ ക്ലബ്ബ്, അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം, അതും മുനിസിപ്പാലിറ്റി സമ്മതിച്ചില്ല. മുനിസിപ്പാലിറ്റി വാശി പിടിച്ചു വാങ്ങി. ഇന്നേ വരെ ഒരു മെയിൻ്റനൻസും നടത്തിയിട്ടില്ല, തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പാലക്കാട്ട് ഓപ്പൺ ജിം കണ്ട് ആരംഭിച്ച കേരളത്തിലെ മറ്റെല്ലായിടത്തും നന്നായിട്ട് ഓപ്പൺ ജിം നടക്കുന്നു, ഇതവിടെ തകർന്നു കിടക്കുന്നു. അതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടേ, ഇതിന് ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി സമയാസമയങ്ങളിൽ. അതുപോലും ചെയ്യാൻ ഇവർ കൂട്ടാക്കിയില്ല. ഇത്രയും നിരുത്തരവാദിത്വം കാണിച്ച രണ്ട് കൂട്ടരാണ്. ആ രണ്ട് കൂട്ടരോട് പാലക്കാട്ടെ ജനങ്ങൾക്ക് കണക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 1.5 വർഷമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്, വെറും 1.5 വർഷം. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് 13 കൊല്ലം നിങ്ങൾ ഒരാൾക്ക് അവസരം കൊടുത്തിട്ട് എന്തുണ്ടായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല, ആദ്യം കിട്ടിയ വണ്ടിക്ക് വടകരയ്ക്ക് വിട്ടു. അല്ലേ? അങ്ങനെയല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത്? അങ്ങനെയല്ലേ ആ കാലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവുന്നത്? 10 കൊല്ലം മുനിസിപ്പാലിറ്റി ഒരു കൂട്ടർക്ക് അവസരം കൊടുത്തു. ഇവരുടെ എല്ലാം ധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ വാങ്ങുന്നത് പോലെയാണ്. ഞങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന ആ അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനി 1.5 വർഷമേ ഉള്ളൂ, 1.5 വർഷം. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഈ കണ്ട കാലം അത്രയും UDF-നും BJP-ക്കും വോട്ട് ചെയ്തവരോട് പറയുന്നു, ഒരവസരം നിങ്ങൾ ഞങ്ങൾക്ക് നൽകൂ, 1.5 വർഷത്തേക്കൊരവസരം നൽകൂ. ഈ പാലക്കാടിനെ എങ്ങനെ മാറ്റാം എന്ന് അടുത്ത 1.5 വർഷം കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. ഡോക്ടർ സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ മാറ്റാമെന്ന്. വട്ടിയൂർക്കാവിൽ വാനാവൂർ ഇവിടെ ഇരിപ്പുണ്ട്. വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തതാണ്. 1.5 കൊല്ലം മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഇതുപോലെയായിരുന്നു, 2 വലിയ മഹാമേരുക്കൾ, അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി അടിച്ചു കയറി, അദ്ദേഹം ജയിച്ചു വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ജയിച്ചത്. എന്താ കാരണം? 1.5 കൊല്ലം കൊണ്ട് വട്ടിയൂർക്കാവുകാർക്ക് മനസ്സിലായി എങ്ങനെ വട്ടിയൂർക്കാവിനെ മാറ്റാനാവും. അതിന് കഴിവുള്ള കെൽപ്പുള്ള ചെറുപ്പക്കാരൻ, ഗവൺമെന്റിന്റെ പിന്തുണ അതിനുണ്ട്. ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ഒരു MLA, ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന MLA വന്നാൽ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മുമ്പിൽ അത് തെളിയിച്ച് കാണിക്കേണ്ടത്. എങ്ങനെയാണ് ഈ പാലക്കാടിന് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുക എന്ന് ഞങ്ങൾ തെളിയിച്ച് കാണിക്കും. അതിനുള്ള അവസരം വേണം. അതിനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ ഡോക്ടർ സരിൻ തിരഞ്ഞെടുക്കപ്പെടണം, MLA ആയി ജയിക്കണം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അത് മാത്രമാണ്. 1.5 വർഷത്തൊരവസരം നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? വെറും 1.5 വർഷത്തെ അവസരം. ആ 1.5 വർഷത്തെ അവസരം പാലക്കാടിനെ മാറ്റിമറിക്കാനുള്ള അവസരമായിരിക്കും. ഇതാ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ്. ഈ LDF ഗവൺമെന്റാണ്, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റാണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 3000 കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുത്തത്. വരാൻ പോകുന്നു എന്നല്ല, വന്നു കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടി. 10,000 പേർക്ക് നേരിട്ട് തൊഴിൽ. ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ്. പാലക്കാട് നഗരത്തിന്റെ മുഖച്ഛായ മാറാൻ പോവുകയാണ് ഈ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുമ്പോൾ. അപ്പോ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഗവൺമെന്റിനൊപ്പമുള്ള ഒരു MLA ഈ പാലക്കാട്ട് നിന്നുണ്ടാവണം. പിന്നെ പഴയ പാലക്കാടല്ല, ഒരു പുതിയ പാലക്കാടായിരിക്കും ഉണ്ടാവുക. കേരളമാകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്കൊപ്പം പാലക്കാടിന് എത്താൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെ BJP-യും കോൺഗ്രസും MLA ആയും മുനിസിപ്പാലിറ്റിയിലേക്കും
തുടർച്ചയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ്. അതാണ് ഈ പാലക്കാടിന്റെ ശാപം. നോക്കൂ, ഇപ്പൊ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാത വരികയാണ്. 45 മീറ്ററിൽ അതിവിശാലമായ ദേശീയപാത കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഏറെക്കുറെ പണി പൂർത്തിയായി. 2025 അവസാനമാകുമ്പോൾ പൂർണ്ണമായും പണി പൂർത്തിയാവും. 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്ന നേട്ടമാണോ? 6 മണിക്കൂർ കൊണ്ട് ആ നേട്ടം വരികയാണ്. മലയോര ഹൈവേ ഉണ്ടാകുന്നു, അപ്പുറത്ത് തീരദേശ ഹൈവേ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം പാലക്കാടിന് വളരാൻ കഴിയണ്ടേ? ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രാ ദൂരം 1.5 മണിക്കൂറായിട്ട് കുറയും. യാത്രാ സമയം. ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ് പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക്. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കോഴിക്കോട്ടെത്താം. ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. അതേപോലെയല്ലേ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം? ക്ഷേമപ്രവർത്തനങ്ങളിൽ 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വെച്ച് കേരളം പെൻഷൻ കൊടുക്കുന്നത്. എത്രയാ? 11,000 കോടി ഒരു കൊല്ലം പെൻഷന് കേരളം ചെലവാക്കുകയാണ്. 11,000 കോടി. നമ്മൾ 1600 പെൻഷൻ കൊടുക്കുമ്പോൾ മോഡി കൊടുക്കുന്ന പെൻഷൻ 200. എത്ര പേർക്ക്? 8 ലക്ഷം പേർക്ക്. നമ്മൾ കൊടുക്കുന്നത് മോഡി കൊടുക്കുന്നതിന്റെ 8 ഇരട്ടി പെൻഷൻ. എത്ര പേർക്ക്? 62 ലക്ഷം പേർക്ക്. ഇതാണ് രണ്ട് ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. വീടിന്റെ കാര്യം എടുത്താലോ? വീടിന്റെ കാര്യം എടുത്താൽ 5,15,000 പേർക്കാണ് വീട് വെക്കാൻ ഈ ഗവൺമെന്റ് പൈസ കൊടുത്തത്. ഈ പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 4,040 വീടുകൾ പണി പൂർത്തിയാക്കി കഴിഞ്ഞു. 4,040 വീട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 ലക്ഷം എത്രയായി? 1,680 കോടി. 1,680 കോടി ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ലൈഫ് പദ്ധതിക്ക് കീഴിൽ വീട് വെക്കാൻ ചെലവഴിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് നോക്കണം. 16,000 കോടി രൂപയുടെ 16,000 കോടി രൂപയാണ് കേരളത്തിൽ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഈ ഗവൺമെന്റ് ചെലവഴിച്ചത്. ഇങ്ങനെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് പിന്നിൽ നിന്നുള്ള കുത്ത്. ആരുടെ കുത്ത്? മോഡിയുടെ കുത്ത്, ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും കുത്ത്. രണ്ടു കൂട്ടരും നമ്മളെ കുത്തുകയാണ്. അതിനെയെല്ലാം നേരിട്ടാണ് സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളുമായി, ഇന്ത്യയിലെ മറ്റൊരു സർക്കാരും നടപ്പിലാക്കാത്ത വികസന പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ LDF ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ LDF ഗവൺമെന്റിന്റെ നായകനാണ്, രാജ്യം ഉറ്റുനോക്കുന്ന ബദൽ നയങ്ങളുടെ നായകനാണ് സഖാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു മുഖ്യമന്ത്രി എന്നല്ല അർത്ഥം. രാജ്യത്തിന് വേറൊരു വഴി കാണിച്ചു കൊടുക്കുന്ന ബദൽ നയങ്ങളുടെ നായകൻ എന്നാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ LDFന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ബദൽ നയങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പല കാര്യവും ജനങ്ങൾ അറിഞ്ഞു കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ അവരെ ഈ നല്ല കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ പാലക്കാടിന്റെ നഗരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇത് 2 ആഴ്ച മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിന് ഒരു പുരസ്കാരം കിട്ടിയത്. തിരുവനന്തപുരം നഗരത്തിന് അന്താരാഷ്ട്ര പുരസ്കാരം. ആരുടെ? ഐക്യരാഷ്ട്രസഭയുടെ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് അവാർഡ് തിരുവനന്തപുരത്തിന് കിട്ടി. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ വാർത്തയായിരുന്നു കേട്ടോ, ഒരു കൊച്ചു വാർത്ത. ആ അവാർഡിന്റെ പ്രത്യേകത എന്താ? തിരുവനന്തപുരത്തിനൊപ്പം ആ അവാർഡ് കിട്ടിയ മറ്റ് 2 നഗരങ്ങൾ ഏതാന്ന് നോക്കണം. ഒന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ, 2 ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ, ലോകകപ്പ് നടന്ന സ്ഥലം ദോഹ. ഈ 2 നഗരങ്ങൾക്കാണ് തിരുവനന്തപുരത്തിനൊപ്പം UN ഷാങ്ഹായ് അവാർഡ്, UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് അവാർഡ് കിട്ടിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കേണ്ട ഒരു നേട്ടമായിരുന്നില്ലേ? അല്ലേ? മലയാളികൾക്കെല്ലാം അഭിമാനകരമായ നേട്ടം. കേരളത്തിന്റെ തലസ്ഥാനത്തിന് മെൽബണും ദോഹയും ഒപ്പം അന്താരാഷ്ട്ര പുരസ്കാരം, അതും UN-ന്റെ പുരസ്കാരം കിട്ടുമ്പോൾ ഒരു കൊച്ചു വാർത്തയായിട്ടൊതുങ്ങും. എന്നാൽ തിരുവനന്തപുരത്തിന് വേറെന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം വന്നിരുന്നെങ്കിലോ അത് വലിയ വാർത്തയായിട്ട് വരും. അല്ലേ? വലിയ വാർത്തയായിട്ട് വരും. അങ്ങനെയല്ലേ നമ്മൾ കാണണ്ടേ? പാലക്കാട് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ തിരുവനന്തപുരത്തിനുണ്ടായ മാറ്റം, കൊച്ചിക്കുണ്ടായ മാറ്റം, തൃശ്ശൂരിനും കോഴിക്കോടിനും ഉണ്ടായ മാറ്റം,
ഇതെല്ലാം നമ്മൾ കാണണം. LDFന്റെ നഗരസഭകൾ ഭരിക്കുന്ന, LDFന്റെ ഭരണസമിതികൾ ഭരിക്കുന്ന നഗരസഭകളാണ്. കൊച്ചി ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായി. അന്ന് ഞങ്ങൾ പറഞ്ഞു ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും. മാറ്റിയല്ലോ. ബ്രഹ്മപുരം ഇന്ന് പഴയ ബ്രഹ്മപുരമാണോ? അല്ല. കൊച്ചി പഴയ കൊച്ചിയാണോ? അല്ല. മാലിന്യ പ്രശ്നത്തെ വലിയൊരളവിൽ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. പാലക്കാടിന്റെ സ്ഥിതി എന്താ? ചീഞ്ഞു നാറുകയാണ് തെരുവുകൾ, അല്ലേ? വഴിയരികിൽ മുഴുവൻ മാലിന്യമാണ്. ആ മാലിന്യ പാക്കറ്റ് കടിച്ചു വലിച്ച് പട്ടി റോഡിന് കുറുകെ ഓടുമ്പോഴായിരിക്കും ബൈക്ക് വരുന്നത്. ആ ബൈക്ക് പട്ടിയിൽ ഇടിച്ച് മറയും. ഇതൊക്കെ പതിവാണ്. പാലക്കാട് നഗരത്തിലെ പതിവ് കാഴ്ചകളാണ്. ഇതാണ് വ്യത്യാസം. LDFും UDFും BJP ഒക്കെ ഭരിക്കുമ്പോൾ വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ വികസന മുന്നേറ്റത്തിന് കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായി LDFന്റെ നേതൃത്വത്തിൽ, സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റത്തിനൊപ്പം നമുക്ക് പാലക്കാടിനെ എത്തിക്കണം. അതിനേറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ, ഉന്നത വിദ്യാഭ്യാസമുള്ള കഴിവുള്ളൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ മത്സരിപ്പിക്കുകയാണ്. സാധാരണ നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടറോട് എന്താ പറയുക? ഡോക്ടറെ, എല്ലാം ഡോക്ടറെ കയ്യിലാണ്, അല്ലേ? ഞാനൊരു 3-4 മാസം മുമ്പ് അമ്മയ്ക്ക് സുഖമില്ലാതായി, സീരിയസ് ആയിട്ട് ആസ്പത്രിയിലായി. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എല്ലാം ഡോക്ടർ പറയുന്ന പോലെ ഡോക്ടറുടെ കയ്യിലാണെല്ലാം, ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, മിടുക്കനായ, പ്രഗത്ഭനായ, കഴിവുറ്റ ഒരു ഡോക്ടറെ ഈ പാലക്കാട്ടെ ജനങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ജയിപ്പിച്ചു തിരിച്ചു തന്നാൽ ഈ പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാൻ LDF സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ടാകും. അടുത്ത 1.5 കൊല്ലം ഡോക്ടർ സരിൻ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ സർക്കാരിന് 140 മണ്ഡലങ്ങളുടെ കൂട്ടത്തിലൊരു മണ്ഡലമായിരിക്കില്ല പാലക്കാട്. 140-ൽ 1-ാമത്തെ മണ്ഡലമായിരിക്കും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സഖാവ് സരിനെ, ഡോക്ടർ സരിനെ സ്റ്റെതസ്കോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.